നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഭഗവാൻ വേദവ്യാസൻ ആദ്യം വേദാന്ത സാരസർവസ്വമായ ഗീതയെ തൻ്റെ ഹൃദയത്തിനുള്ളിൽ നിർമ്മിച്ചു. എന്നിട്ട് നമ്മെപ്പോലുള്ള സാധാരണർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഓരോ തത്വത്തെയും കഥയുടെയും കഥാപാത്രങ്ങളുടെയും രൂപത്തിൽ ആവിഷ്കരിച്ചു. അതിൻ്റെ ഫലമാണ് മഹാഭാരതം എന്നുള്ള അത്ഭുതകരമായിരിക്കുന്ന അതിബൃഹത്തായിരിക്കുന്ന ഇതിഹാസകാവ്യം. ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗമെന്ന 16-ാം അധ്യായം നാം കഥകളിലൂടെയും അതേപോലെ തന്നെ ഗീതാശ്ലോകങ്ങളിലൂടെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെ മാസങ്ങളായിട്ട്. ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ ദൈവീ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം നാം പൂർത്തിയാക്കി. ആസുരീ സമ്പത്തിൻ്റെ വിവിധങ്ങളായ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകൾ ദംഭം, ദർപ്പം, അതിമാനം തുടങ്ങിയവയാണ്. ദംഭോ ദർപ്പോ അതിമാനശ്ച എന്നിങ്ങനെ ഭഗവാൻ വേദവ്യാസൻ ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകൾ നമ്മെ കേൾപ്പിക്കും. അതിൽ ദംഭത്തിൻ്റെ മാതൃക നാം കർണനിലൂടെ കണ്ടു. ദർപ്പത്തിൻ്റെ മാതൃകയും നാം കർണനിലൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദർപ്പം? തൻ്റെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം, കുലമഹിമ, ഐശ്വര്യ സമൃദ്ധി, തൻ്റെ ആയുധബലം, അഭ്യാസബലം ഇത്യാദികളിലുള്ളതായ ഗർവം, അതാണ് ദർപ്പം. കർണനില് തൻ്റെ സ്ഥാനമാനങ്ങളിലും അധികാരത്തിലും അതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി എന്നുള്ളതായ വിചാരത്തിലും ദർപ്പം നിറഞ്ഞ് നിൽക്കുന്നു കർണഹൃദയത്തിൽ. അതാണ് നമ്മൾ അനേക സന്ദർഭങ്ങളിലൂടെ കാണുന്നത്. അതിൽ ഒരു സന്ദർഭം, ദേവിയായ കുന്തി കർണനെ പോയി കണ്ട് യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കർണൻ പാണ്ഡവപക്ഷത്തേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്ന, ഉപദേശിക്കുന്ന സന്ദർഭമാണ്. മഹാഭാരതത്തിലെ ഉദ്യോഗപർവം യുദ്ധമാസന്നമായി കഴിഞ്ഞിരിക്കുന്നു. ഭീഷ്മനും ദ്രോണനും പാണ്ഡവന്മാരെ ഒരു പ്രകാരത്തിലും ഹിംസിക്കുകയില്ല. എന്നാൽ തൻ്റെ പുത്രനായിരിക്കുന്ന കർണൻ പാണ്ഡവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കച്ചകെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരിക. കർണന്റെ യാഥാർത്ഥ്യം എന്തെന്ന് കർണനെ അറിയിക്കുമ്പോഴേക്കും അത് സാധിക്കും. ഇതായിരുന്നു കുന്തിയുടെ വിചാരം. കുന്തി കർണനോട് കർണന്റെ ജന്മരഹസ്യം പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു. തുടർന്ന് കുന്തി കർണനോട് പറയുന്നു, അല്ലയോ കർണ, നീ നിന്റെ സഹോദരങ്ങളുടെ യാഥാർത്ഥ്യം അറിയാതെ, അവരെ മനസ്സിലാക്കാതെ, പാണ്ഡവന്മാർ നിന്റെ അനുജന്മാരാണെന്ന് മനസ്സിലാക്കാതെ ദുഷ്ടനായിരിക്കുന്ന ദുർബുദ്ധിയായിരിക്കുന്ന ദുര്യോധനന്റെ പക്ഷം
അകാരണമായിട്ട് പിടിച്ച് ഇങ്ങനെ ദുര്യോധനു വേണ്ടിയിട്ട് ആയോധനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല. നീ പാണ്ഡവപക്ഷത്തേക്ക് വരണം. പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ജ്യേഷ്ഠനാണ് നീ, എൻ്റെ കാനീനപുത്രനാണ് നീ. കുന്തി കർണനോട് പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു. എന്നിട്ട് കുന്തി പറഞ്ഞു, ധർമ്മത്തിന്റെ പരമമായിരിക്കുന്ന ഫലം ഇതാണ്. ഒരാളുടെ ചിന്തയും ഒരാളുടെ പ്രവൃത്തിയുമെല്ലാം ധർമ്മമാണോ അധർമ്മമാണോ എന്ന് വേർതിരിച്ചറിയണമെങ്കിലും അതിനുള്ള ഏറ്റവും വലിയ തെളിവിതാണ്. യാതൊരു ചിന്ത കൊണ്ടാണോ യാതൊരു പ്രവൃത്തി കൊണ്ടാണോ അച്ഛനമ്മമാർക്ക് സന്തോഷമുണ്ടാകുന്നത്, ആ ചിന്തയും പ്രവൃത്തിയും ഒക്കെയാണ് ധർമ്മം. അതിനാൽ അച്ഛനമ്മമാരുടെ ഉപദേശത്തെ നീ കൈക്കൊണ്ട് നീ പാണ്ഡവപക്ഷത്തേക്ക് വരിക. അതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ്കരം, നിനക്ക് ധർമ്മമായിരിക്കുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് അധർമ്മമാണ് എന്ന് അറിഞ്ഞുകൊള്ളൂ. നീ ചെയ്യേണ്ടത് എന്താണ് എന്ന് കുറെ കൂടി വ്യക്തമാക്കുന്നു കുന്തി. അർജുനേൻ ആർജിതം പൂർവം ഹൃദം ലോഭാദ സാധുഭി. അർജുനേൻ ആർജിതം പൂർവം. നേരത്തെ അർജുനൻ ധാർമ്മികമായ മാർഗത്തിലൂടെയും തന്റെ കരുത്തുകൊണ്ടും നേടിയെടുത്തതാണ് പരിധിയില്ലാത്തതായ ഐശ്വര്യം. അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ വച്ച് അവിടെ മഹായജ്ഞം നടക്കുമ്പോ, രാജസൂയം നടക്കുമ്പോ അവിടെ പാണ്ഡവന്മാരുടെ ഐശ്വര്യ സമൃദ്ധി ലോകത്തെ മുഴുവൻ തിളക്കി നിൽക്കുന്നത് കർണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് കണ്ടതാണ്. ആ സഹോദരന്മാരുടെ കരുത്തുകൊണ്ട് അവർ നേടിയതാണ്. അങ്ങനെ അർജുനനാൽ പാണ്ഡവന്മാരാൽ നേരത്തെ നേടിയെടുക്കപ്പെട്ടതും എന്നാൽ പിന്നീട് ഒരിക്കലും നല്ലവരല്ലാത്തതായ ധൃതരാഷ്ട്രപുത്രന്മാർ അവർ തെറ്റായ വഴികളിലൂടെ, ചതിവിലൂടെ, കള്ളച്ചുവിലൂടെ അപഹരിച്ചതുമായ ആ സമ്പത്തിനെ നീ കൗരവന്മാരിൽ നിന്നിട്ട് തിരിച്ച് കൊണ്ടുവരണം. ആച്ഛിദ്യ ധർത്തരാഷ്ട്രേഭ്യോ, നീ ധൃതരാഷ്ട്രപുത്രന്മാരിൽ നിന്നിട്ട് അതിനെ വീണ്ടെടുക്കണം. എന്നിട്ട് ഭുങ്ഷ്വ യൗധിഷ്ഠിരീം മിശ്രയം, യുധിഷ്ഠിരന്റേതായിരിക്കുന്ന ഈ ഐശ്വര്യത്തെ നീ യുധിഷ്ഠിരന്റെ ജ്യേഷ്ഠനെന്നുള്ള നിലയിൽ നീ സന്തോഷത്തോടു കൂടിയിട്ട് അനുഭവിക്കുക. അതിനുള്ള അധികാരം നിനക്കുള്ളതാണ്. നീ ജ്യേഷ്ഠൻ ആണ് എന്നുള്ളത് പാണ്ഡവർക്ക് ആർക്കും അറിയില്ല. നീ അറിയുന്നതും ഇപ്പോൾ ഞാൻ പറയുമ്പോഴാണല്ലോ. നീ യുധിഷ്ഠിരൻ തന്റെ ധർമ്മബുദ്ധി കൊണ്ട് അതേപോലെ അനുജന്മാരുടെ പരാക്രമം കൊണ്ടും നേടിയിരിക്കുന്ന, ധാർമ്മികമായി നേടിയ ഈ ഐശ്വര്യത്തെ നീ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടെടുത്തിട്ട് നീ അനുഭവിച്ചാലും നീ പാണ്ഡവരോടൊപ്പം നിൽക്കണം. അദ്യ പശ്യന്തി കുരവ കർണാർജുന സമാഗമം. ഇപ്പോ ഗുരുക്കൾ എല്ലാവരും കാണും. ലോകം കണ്ട വിലാളികളിൽ വച്ചിട്ട് മുമ്പന്മാരായിട്ടുള്ള അർജുനനും കർണനും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ട് ഒരുമിക്കുന്നത് ധർത്തരാഷ്ട്രന്മാർ നേരിട്ട് കാണട്ടെ. അത് കാണുമ്പോഴേക്കും അവരുടെ മനസ്സ് ഞെട്ടും. അവർ വന്നതായ അധാർമികമായ വഴി ഒരിക്കലും യുക്തമല്ല എന്നുള്ളതായ ബോധ്യം അവർക്ക് വന്നു ചേരും. സ്നേഹത്തോടു കൂടിയിട്ട് നീ അർജുനനോടൊപ്പം നിൽക്കൂ. കർണാർജുനോ വൈ ഭവേതാം യഥാ രാമജനാർദ്ദനൗ. കർണനും അർജുനനും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയായി തീരുമെന്നോ? ജനാർദ്ദനനും കൃഷ്ണനും രാമനും ബലരാമനും ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ആർക്കും തന്നെ അവരെ പരാജയപ്പെടുത്താനാവുന്നില്ല, പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ സാധിക്കുന്നില്ല. അവർ ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായിട്ട് വർത്തിക്കുന്നു. അതേ പ്രകാരത്തിൽ അസാധ്യ കിന്തു ലോകേ സ്യാദ് യുവയോ സംഹിതാത്മനോ
നിങ്ങൾ രണ്ടുപേരും ഏക മനസ്സായിട്ട് ഏകബുദ്ധിയായിട്ട് പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പോലെ തന്നെ ലോകത്തെ മുഴുവൻ ജയിക്കാൻ ശേഷിയുള്ളവരായിത്തീരും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ലോകത്തിലെ അസാധ്യമായിട്ട് യാതൊരു കാര്യവും തന്നെ ഉണ്ടാവുകയില്ല. അല്ലയോ കർണ ശോഭിഷ്യസേ നൂനം പഞ്ചഭിർ ഭ്രാതൃഭിർ വ്രത. ഈ അവസരത്തിൽ നീ അവരോടൊപ്പം വരുമ്പോഴേക്കും ഈ 5 സഹോദരന്മാരും നിന്റെ അനുജന്മാർ 5 പേരും സ്നേഹത്തോടു കൂടിയിട്ട് നിന്നെ സ്വീകരിക്കും. അവരുടെ മധ്യത്തില് അവരുടെ എല്ലാം അധിനായകനായിട്ട് അല്ലയോ കർണ നീ ശോഭിക്കും. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് ദേവൈ പരിവൃതോ ബ്രഹ്മ വേദ്യാമിവ മഹാധ്വരേ.